നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിന് ഇനി ഒരു പകൽ നേരം മാത്രമേ ഉള്ളൂ. കൊട്ടിക്കലാശം ഇങ്ങ് അടുത്ത് കഴിയുമ്പോൾ അവിടെ പ്രചരണം എങ്ങനെയാണ് ചൂടുപിടിക്കുന്നത്, ആരെ പരാജയപ്പെടുത്തും, ആര് വീഴും, ആര് വാഴും, ഇതൊക്കെ അറിയാൻ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി 23-ാം തീയതി ഉച്ചവരെ കാത്തിരുന്നാൽ മതിയാകും. പക്ഷേ വിധിയെഴുത്തിന് മുമ്പ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒന്നുകൂടി അയവിറക്കുന്നതും മനസ്സിലാക്കുന്നതും നന്നായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് നിലമ്പൂരിൽ കണ്ട കാഴ്ചകൾ, കഴിഞ്ഞ ദിവസത്തെ റോഡ് ഷോകൾ, നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാകും അൻവറിനുള്ള സ്വാധീനം എത്രമാത്രമാണെന്ന്. അതുപോലെ UDF നേതൃത്വം ആകെ മുട്ടുകാലിൽ ഇഴയുന്ന അവസ്ഥയാണ്. VD സതീശനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് LDFോ അതോ PV അൻവറോ മറ്റ് രാഷ്ട്രീയ കക്ഷികളോ NDAയോ ഒന്നുമല്ല, കോൺഗ്രസിന് ഉള്ളിൽ തന്നെയാണ്, UDFന് ഉള്ളിൽ നിന്ന് തന്നെയാണ് VD സതീശൻ എന്ന നേതാവ് നേരിടുന്ന എല്ലാവിധ ആക്രമണങ്ങളും. കാരണം VD സതീശനും PV അൻവറിനുമാണ് നിലമ്പൂർ ഇലക്ഷൻ നിർണായകമാകുന്നത്. അത് ഒരു ചരിത്രമായ നഗ്നമായ സത്യമാണ്, അല്ലെങ്കിൽ ചരിത്ര സത്യമാണ്. എന്തുകൊണ്ട് PV അൻവറിന് ഈ ഇലക്ഷൻ നിർണായകമാകുന്നു എന്ന് ചോദിച്ചാൽ, PV അൻവറാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ മുഖ്യ കാരണക്കാരൻ. അയാൾ ഇടതുമുന്നണിക്ക് ഒപ്പമായിരുന്നു, CPMന്റെ സഹയാത്രികനായിരുന്നു. എന്നിട്ട് എന്താണ് ചെയ്തത്? കുറേ ആരോപണങ്ങൾ ഉന്നയിച്ച് പിണറായിസത്തെ തോൽപ്പിക്കും, മരുമോനിസത്തെ തോൽപ്പിക്കും എന്നൊക്കെ വെല്ലുവിളിച്ച് ഇങ്ങ് പുറത്തിറങ്ങി പോന്നു. അങ്ങനെയാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. എന്നിട്ട് എന്തായി? PV അൻവർ ഇപ്പോൾ ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത്? പിണറായിക്കെതിരെ അല്ല സമരം ചെയ്യുന്നത്, മരുമോനെതിരെ അല്ല സമരം ചെയ്യുന്നത്, VD സതീശനെതിരെയാണ് സമരം ചെയ്യുന്നത്. അപ്പോൾ VD സതീശനും ആര്യാടൻ ഷൗക്കത്തും പരാജയപ്പെടുക എന്നുള്ള ആവശ്യം, ഒന്നാമത്തെ ആവശ്യം എന്ന് പറയാം, അല്ലെങ്കിൽ ഒന്നാമതായിട്ട് നേരിടുന്നത് PV അൻവറാണ്. PV അൻവറിന് VD സതീശനെ പരാജയപ്പെടുത്തണം. UDFന്റെ നേതൃസ്ഥാനത്ത് നിന്നും VD സതീശനെ ചവിട്ടി പുറത്താക്കണം. അതാണ് PV അൻവറിന്റെ ഒന്നാമത്തെ അജണ്ട. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് അവിടെ തോൽക്കുക തന്നെ വേണം. ഈ ആര്യാടൻ ഷൗക്കത്തും PV അൻവറും ബന്ധുക്കളാണ്, അമ്മായിയുടെയും കൊച്ചമ്മായിയുടെയൊക്കെ മക്കളാണ്. ഈ ആര്യാടൻ ഷൗക്കത്ത് പണ്ട് ഒരു കൊട്ടേഷൻ കൊടുത്തിരുന്നു, PV അൻവറിനെ വധിക്കാനുള്ള കൊട്ടേഷൻ. അതിന്റെ കേസൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ശത്രുത അവർ തമ്മിലുണ്ട്. ആ ശത്രുത കൊണ്ടാണ് PV അൻവർ പറഞ്ഞത് ആര്യാടൻ ഷൗക്കത്തിനെ ഒരിക്കലും അവിടെ സ്ഥാനാർത്ഥിയെ ആക്കരുതെന്ന്. എന്നാൽ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി VD സതീശൻ PV അൻവറിന് ചെക്ക് വച്ചു, അല്ലെങ്കിൽ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി PV അൻവർ ഏറ്റെടുത്തു. PV അൻവർ സ്വതന്ത്രനായി അവിടെ മത്സരിക്കുന്നു. കഴിഞ്ഞ ദിവസം ക്രിക്കറ്റ് താരമൊക്കെ പത്താനൊക്കെ അവിടെ വന്ന് പ്രചരണം കൊഴുപ്പിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ PV അൻവർ VD സതീശനെയാണ് വെല്ലുവിളിക്കുന്നത്, ആര്യാടൻ ഷൗക്കത്തിനെയാണ് വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ പരാജയം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് PV അൻവറാണ്. ഇനി PV അൻവർ ജയിച്ചില്ല, തോറ്റുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിചാരിച്ച അത്ര വോട്ട്, അയാൾ പറയുന്നത് 1.5 ലക്ഷം വോട്ട്, എത്ര പേരാണ്? 2,32,834 വോട്ടർമാരാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ കണക്ക് പറഞ്ഞതിൽ ഒരല്പം പിശക് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കൃത്യം കണക്ക് ലഭിച്ചിട്ടുണ്ട്. 2,32,834 വോട്ടർമാർ ഉള്ള നിലമ്പൂർ മണ്ഡലത്തിൽ 1.5 ലക്ഷം വോട്ടെങ്കിലും PV അൻവർ പിടിക്കും എന്നാണ് PV അൻവറിന്റെ വാദം. 1.5 ലക്ഷം വോട്ട് പിടിക്കണം, അതാണ് അദ്ദേഹത്തിന്റെ ടാർഗറ്റ്. ആ 1.5 ലക്ഷം വോട്ട് PV അൻവർ പിടിച്ചില്ല, 10,000-മോ അല്ലെങ്കിൽ അതിന് താഴെ വോട്ടാണ് കിട്ടുന്നതെങ്കിൽ PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടുകൂടി നാമാവശേഷമാകും. അതോടുകൂടി ആ അധ്യായം ക്ലോസ് ആകും. പിന്നെ PC ജോർജിനെ പോലെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും കഥ പറഞ്ഞോ, അല്ലെങ്കിൽ ആർക്കെതിരെങ്കിലും എന്തെങ്കിലും ചീത്ത പറഞ്ഞോ വാർത്തകളിൽ ഇട നേടാം, സോഷ്യൽ മീഡിയയിൽ വൈറലാകാമെന്നല്ലാതെ PV അൻവറിന് മറ്റ് രാഷ്ട്രീയ നിലനിൽപ്പ് ഉണ്ടാവുകയില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം. അതുപോലെ തന്നെയാണ് VD സതീശന്റെ അവസ്ഥ. നിങ്ങൾ നോക്കുക, നിങ്ങൾ നിലമ്പൂരേക്ക് നോക്കുക, അവിടെ ആരില്ല? ചെന്നിത്തല ഇല്ല, K മുരളീധരനുണ്ടോ? വന്നുപോയെന്നൊക്കെ ആളുകൾ പറയുന്നു. ആരും അങ്ങനെ VD സതീശന്റെ സ്വാർത്ഥത, അല്ലെങ്കിൽ നിലപാടില്ലാത്ത രാഷ്ട്രീയ സമീപനം, അയാൾ ആണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, പിന്നെ കുതികാല് വെട്ട്, അയാളുടെ ഇഷ്ടക്കാരെ മാത്രം സംരക്ഷിക്കുന്ന അവസ്ഥ, ഇതിനൊക്കെ എതിരാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം അണികളും നേതാക്കളും. ഒന്നാമത് രമേശ് ചെന്നിത്തല മുംബൈയിലാണ്. ഇനിയെങ്ങാനും വന്നാലേ ഉള്ളൂ. മുംബൈയിലായിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുംബൈയിലായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തിന്റെ യാത്ര പരിശോധിച്ചാൽ മതി. അപ്പോൾ K മുരളീധരൻ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ചാണ്ടി ഉമ്മൻ അവിടെ ഓടി നടക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മന്റെ ഓടി നടത്തം എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് എന്താ? തന്നെ VD സതീശൻ വെട്ടി, കണ്ടം തുണ്ടം വെട്ടി ദൂരെ കളഞ്ഞു, എനിക്കൊരു പഞ്ചായത്തിന്റെ ചുമതല പോലും തന്നില്ലെന്നാണ്. ഇന്നിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, മാധ്യമ സുഹൃത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ചാണ്ടി ഉമ്മൻ ഇവിടെ ഉണ്ട്,
ഇവിടെ ഉണ്ട്, വീട് വീടാന്തരം കയറി നടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചാണ്ടി ഉമ്മൻ പാരപണിയാനാണോ? അത് നമുക്ക് പറയാൻ കഴിയില്ല. കോൺഗ്രസിലെ ഗ്രൂപ്പ് കളിയാണ്. ചാണ്ടി ഉമ്മൻ പോയി പറയുന്നത് വി ഡി സതീശനെതിരെ വോട്ട് ചെയ്യണമെന്നാണോ പറയുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഐ ഗ്രൂപ്പുകളിൽ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗം ഇല്ല. അതായത് രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ അങ്ങനെ തുടങ്ങിയ ആളുകളൊന്നും നിലമ്പൂരിൽ സജീവമല്ല. അവർക്കൊപ്പമുള്ള ആളുകളും സജീവമല്ല. എങ്ങനെയെങ്കിലും വി ഡി സതീശനെ അടപടലം നാറ്റിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതുപോലെ വി ഡി സതീശനൊപ്പമുള്ള ആളുകൾ, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, രണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇരുട്ട വെളുക്കെ അവിടെ ഓടി നടക്കുന്നുണ്ട്. പല വിവാദങ്ങളും കൊളുത്തി വിടുന്നുണ്ട്. തലയിൽ മുണ്ടിട്ട് PV അൻവറിനെ കാണാൻ പോയതോടുകൂടി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഗ്രാഫ് കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ ഇടിഞ്ഞ് നാമാവശേഷമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതൊക്കെ പച്ചക്കള്ളം. പിന്നെ പെട്ടിനാടകം അസംബന്ധ നാടകമായി അവസാനിച്ചു. അതുപോലെ KC വേണുഗോപാൽ അവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ നാട്ടുകാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു. അതായത് ക്ഷേമ പെൻഷൻ എന്തല്ലെന്ന് കൈക്കൂലിയാണെന്ന് വാദിച്ച KC വേണുഗോപാൽ പറയുന്നതും നിലമ്പൂരിലെ ആളുകൾ കേൾക്കണമെന്നില്ല. അതുകൊണ്ട് ആകെ പ്രവർത്തിക്കുന്നത് വി ഡി സതീശൻ തലയ്ക്ക് തീപാറുന്ന പോലെ, തലയ്ക്ക് തീപാറുന്നത് പോലെ എന്ന് പറയുമ്പോൾ ഒരു പ്രയോഗമാണ്. അങ്ങനെ തീപിടിച്ച തലയുമായി വി ഡി സതീശൻ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. വി ഡി സതീശന് ഇത് ജയിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെറ്റത്തരവും കാണിക്കാൻ വി ഡി സതീശൻ മടിക്കുകയില്ല. അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് ഒക്കെയും അവിടെ നടന്നത്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സർവമാന ഉടായിപ്പും കാണിച്ച് മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്നത്. ഇതാണ് UDFന്റെ അവസ്ഥ. മറ്റൊന്ന് അൻവറിന്റെ അവസ്ഥ. ഇനി NDA എന്ത് ചെയ്യുന്നു? NDA എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു തുഷാർ വെള്ളാപ്പള്ളിയല്ലേ BDJS NDA മുന്നണിയുടെ ആള്. തൊട്ടുമുന്നേ മലപ്പുറത്ത് ഏകദേശം ഏറിയൊരു 2 മാസം മുമ്പ് മലപ്പുറത്ത് വെള്ളാപ്പള്ളി പ്രസംഗിച്ചത് എന്താണ്? ഇവിടെ ജാതി മേൽക്കോയ്മ, വർഗീയ രാഷ്ട്രീയം പറഞ്ഞില്ലേ വെള്ളാപ്പള്ളി? തീർന്നില്ലേ? വീണിതല്ലോ കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി അവിടെ പോയി മലപ്പുറത്തുകാരെ മുഴുവൻ അടച്ചാക്ഷേപിച്ചു. മുസ്ലിം സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചു. മുസ്ലിം ലീഗ് പാരവച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ശുദ്ധ വർഗീയത പറഞ്ഞ പാർട്ടിയുടെ ആളുകളായി ആര് വരുന്നു? BDJSന്റെ മുന്നണി, ദേശീയ ജനാധിപത്യ സഖ്യം വരുന്നു. BJP സ്ഥാനാർത്ഥി തന്നെ UDF ക്യാമ്പിൽ നിന്ന് കൊഴിഞ്ഞുപോയ ഒരാൾ. അങ്ങനെ നോക്കുമ്പോൾ BJPയുടെ അവസ്ഥ പരിതാപകരമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, പിന്നെ സാധാരണക്കാരും പറഞ്ഞു, അപ്പോൾ ഇടതുമുന്നണിയുടെ അവസ്ഥയോ? അവർ പറയുന്നതാണ് ഇടതുമുന്നണിയുടെ ക്യാമ്പയിനൊക്കെ നോക്കുമ്പോൾ വളരെ ചിട്ടയായുള്ള ക്യാമ്പയിനാണ്. അവർ വലിയ വാരി വലിച്ച് അവിടെ എവിടെയും കിടന്ന് ബഹളം വയ്ക്കാനോ ഒന്നും പോകുന്നില്ല. വളരെ ചിട്ടയായുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. പിന്നെ അവർ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, PV അൻവർ UDFന്റെ കുറെ ആളുകളുടെ വോട്ട് പിടിക്കുകയാണെങ്കിൽ ആര്യടൻ ഷൗക്കത്തിന്റെ പരാജയം ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ പ്രചരണം, അതായത് നാളെ കൊട്ടിക്കലാശത്തിന് മുമ്പ് ഇതുവരെ നടന്ന പ്രചരണം കണക്കിലെടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് അവിടെ സ്വരാജിന് ഒരു 40% വോട്ടെങ്കിലും ലഭ്യമാകും. 38% വോട്ടുകൾ കോൺഗ്രസ് UDF നേടും. തൊട്ടു താഴെ ഒരു 15-20% അല്ലെങ്കിൽ 15% വോട്ട് PV അൻവർ നേടും. ബാക്കിയായിരിക്കും NDAയും SDPIയും നേടുക എന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇടതുമുന്നണിക്ക് തന്നെ വോട്ട് ചെയ്യും. മുന്നണിയുടെ വോട്ടുകളൊന്നും ചിതറിപ്പോവുകയില്ല. പിന്നെ ഈ PV അൻവറിനോട് വൈരാഗ്യമുള്ള ആളുകൾ, അതായത് അദ്ദേഹത്തിനോട് ഇഷ്ടക്കേടുള്ള നിഷ്പക്ഷരായ ആളുകളുടെ വോട്ട് ഇടതുമുന്നണിക്ക് ലഭിക്കാം. വി ഡി സതീശന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ കോൺഗ്രസിനകത്തുള്ള പടയൊരുക്കം മനസ്സിലാക്കുന്ന ആളുകളും കോൺഗ്രസിന്റെ നിലപാടില്ലാത്ത രാഷ്ട്രീയ സമീപനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളും നേരെ എം സ്വരാജിന് വോട്ട് ചെയ്യാം. പക്ഷേ അവിടെയും എം സ്വരാജ് 40% വോട്ട് വാങ്ങി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ പോലും പറയുന്നു. പ്രിയങ്ക ഗാന്ധി വന്നത്, പിന്നെ മണ്ഡലത്തിൽ UDF നടത്തിക്കൊണ്ടിരിക്കുന്ന സർക്കാർ വിരുദ്ധ പ്രചരണങ്ങൾ, ഇതൊക്കെ ആളുകളുടെ മനസ്സിൽ ഏത് തരത്തിലുള്ള വികാരമാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം 19-ാം തീയതി വിധിയെഴുത്ത് കഴിഞ്ഞ് 23-ന് പെട്ടി പൊട്ടിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും നിലവിലെ പ്രചരണം, രാഷ്ട്രീയ സ്ഥിതിഗതികൾ, ജനങ്ങളുടെ മനസ്സ്, ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 40% വോട്ട് നേടി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി എം സ്വരാജ് വിജയിക്കുമെന്ന് തന്നെയാണ് നിലമ്പൂരിന്റെ പൾസ്.